ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് രാവിലെ ഞാൻ ബാൽക്കണിയിലേക്ക് പോയപ്പോൾ 2 മൈൻ അവിടെ ഇരുന്ന് ഭയങ്കര ശബ്ദം ഉണ്ടാക്കുമായിരുന്നു. കുറേ നേരമായി അവർ രണ്ടുപേരും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അറ്റ് ഫസ്റ്റ് ഐ തോട്ട് മേ ബി ദേ ആർ ട്രൈങ് ടു ബിൽഡ് എ നെസ്റ്റ് ഓർ ലുക്കിംഗ് ഫോർ എ പ്ലേസ് അറൗണ്ട് ഹിയർ. അപ്പോഴാണ് ജിഞ്ചർ അവരെ കണ്ട് എക്സൈറ്റഡ് ആവുന്നത്. ഭയങ്കര എക്സൈറ്റഡ് ആയി അവൻ. അപ്പോൾ ബേർഡ്സിനെയൊക്കെ അവൻ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ലൈക്ക് അവൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാനും ബാൽക്കണി ഡോറൊന്ന് ജസ്റ്റ് തുറന്നു നോക്കി. അവനെ എടുത്ത് അവനെ വെച്ചുകൊണ്ട് ജസ്റ്റ് ഞാൻ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഓണസ്റ്റ്ലി ജിഞ്ചറിൻ്റെ റിയാക്ഷൻ കാണണമായിരുന്നു. ഇന്നത്തെ രാവിലെ ഏറ്റവും വലിയ ക്യൂട്ട് പാർട്ട്. എനിവേ, ദാറ്റ്സ് ഹൗ മൈ ഡേ സ്റ്റാർട്ടഡ് ടുഡേ. So come along with me and let's see how the rest of the day goes. So hi guys, it's me Reshma. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. സോ ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. എന്നെ ആർക്കും അങ്ങനെ പരിചയമില്ല എന്ന് തോന്നുന്നു. എൻ്റെ പേര് ഡോക്ടർ രേഷ്മ. ഐ എം എ വെറ്റിനറി ഡോക്ടർ ആൻഡ് ഐ എം വർക്കിംഗ് ആസ് എ വെറ്റെക് ഇൻ ദുബായ്. സോ ഇന്ന് എൻ്റെ ഡേ ഓഫാണ്. അപ്പോൾ എൻ്റെ ഡേ ഓഫ് എങ്ങനെയായിരിക്കും എന്നൊന്ന് നിങ്ങളൊന്ന് കാണിക്കാനാണ് ഞാൻ. ഇതിപ്പോൾ ഉച്ചയായി, അപ്പോൾ രാവിലെ അല്ല എടുക്കുന്നത്, ഇതിപ്പോൾ ഉച്ചയായി. അപ്പോൾ 1 മണിയായിപ്പോൾ. കാരണം സാധാരണ ഡേ ഓഫിൽ ഞാൻ അധികം കിടന്നുറങ്ങും. കാരണം ഇന്നലെ ഫ്രാൻസിൻ്റെ സ്പെയിൻ്റെ ഫുട്ബോൾ മാച്ച് കഴിഞ്ഞിട്ട് ലേറ്റായിട്ടാണ് കിടന്നത്. അപ്പോൾ ലേറ്റായിട്ട് എണീക്കേണ്ടി വന്നു. യൂഷ്വലി ഒരു 8 o'clock 9 o'clock ആകുമ്പോൾ എണീക്കും. പക്ഷെ മാച്ച് ഉള്ളത് കാരണം നമുക്കത് മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. സോ ഇപ്പോൾ എണീറ്റു. ഇനി പല്ല് തേക്കണം, എല്ലാ കാര്യങ്ങളും ചെയ്യണം. ഇതിനിടയ്ക്ക് ഞാനൊരു 7 മണിക്ക് എണീറ്റായിരുന്നു എൻ്റെ ക്യാറ്റിന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവനെ എണീറ്റ് സെറ്റിലാക്കി എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് കിടന്നു. ഇപ്പോൾ ഒന്ന് രാവിലത്തെ പ്രാഥമിക കാര്യങ്ങളൊക്കെ ചെയ്യണം. ഒരു കോഫി ഇടണം. ഇന്നൊന്ന് പുറത്ത് പോകണമെന്നുണ്ട്. ഇന്നൊരു ഓഫ് ഡേ ആയതുകൊണ്ട് നമുക്കൊരു ഹാഫ് ഡേ കിട്ടുള്ളൂ. അത് തന്നെ, ഒരു ഹാഫ് ഡേ മാത്രമേ കിട്ടുള്ളൂ. അപ്പം നമ്മളൊന്ന് പുറത്ത് പോകുന്നു, ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് മീറ്റ് ചെയ്യുന്നു. ഷോപ്പിങ്ങും കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് പുറത്ത് പോകുന്ന ആ ഒരു കാര്യം. പിന്നെ ഫുഡ് ലഞ്ച് പുറത്തുനിന്നായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ എങ്ങനെയാണ് എൻ്റെ ഒരു ഓഫ് ഡേ പോകുന്നതെന്നുള്ളതും കൂടെ ഇതിൽ കാണിക്കും. So welcome to my YouTube channel Life by Reshma. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഈ ഇടയ്ക്കായിട്ടൊരു 4 മാസമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫേസ് വാഷ് ആണ് സെന്റലിയുടെ ടീ ട്രിക്ക BHA. ബിക്കോസ് എനിക്ക് ഓയിലി സ്കിൻ. കുറെ ഫേസ് വാഷ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ആക്നെ പ്രോൺ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഏജ് വരെ ആക്നെ പ്രോൺ ആയിരുന്നു. പിന്നെ എനിക്ക് പീരിയഡ്സ് ആകുമ്പോഴേ ഇത് വരുള്ളൂ. ടച്ച് ഫുഡ് എനിക്ക് പീരിയഡ്സ് ആകുമ്പോഴേ ആക്നീസ് വരുള്ളൂ. സോ ഇതൊരു അടിപൊളിയാ. ഞാനൊരു കൊറിയൻ സ്കിൻ കെയർ ഫാൻ അല്ല, ബട്ട് നമുക്കിവിടെ UAE കിട്ടുന്ന അടിപൊളി പ്രോഡക്ട്സിൽ ഒന്നാണ് സെന്റൽ. എന്റെ സ്കിന്നിന് യോജിച്ചൊരു പ്രോഡക്റ്റ് ആണ് സെന്റൽ. സോ ബിഫോർ സ്റ്റാർട്ടിങ് മൈ ഡേ ഞാൻ എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ ചെയ്യാറുണ്ട്. ഫസ്റ്റ് ഐ എം യൂസിങ് ദ മെഡിക്യൂർ മിൽക്ക് ടോണർ. സോ ഇത് സ്കിന്നിന് നല്ല ഹൈഡ്രേഷൻ കിട്ടും ആൻഡ് ഓൾസോ ഇറ്റ് ഫീൽസ് റിയലി ലൈറ്റ്. ആൻഡ് ഇത് കുറച്ചും കൂടി അബ്സോർബ് ആകാൻ വേണ്ടിയിട്ട് ഞാൻ ജനറലി ഡാബ് ചെയ്യാണ്. യെസ്. ദെൻ ഐ എം യൂസിങ് വൈറ്റമിൻ C സിറം. വൈറ്റമിൻ C സിറം എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ആണ്. ആൻഡ് ഇറ്റ് ഹെൽപ്സ് മൈ സ്കിൻ ലുക്സ് ബ്രൈറ്റർ ആൻഡ് ഫ്രഷർ. Then Cosrxന്റെ snail mucin, my most favorite. And finally I'm applying Beauty of Joseon sunscreen. So iporthe weatherna sunscreen is very important. And that's it. Nothing fancy, just simple skincare routine before starting my day. Yeah. ഒരു ഓഫ് ഡേ ആയ സ്ഥിതിക്ക് ഞാൻ തീരുമാനിച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് രാവിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു മുടങ്ങാണ്ട് ചെയ്യുന്നൊരു കാര്യമാണ് സ്കിൻ കെയർ. ഉള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് കോഫി ഉണ്ടാക്കണം. ഇതൊക്കെ മെയിൻ നമ്മൾ സാധാരണ മോർണിംഗ് ചെയ്യുന്ന കാര്യമാണ്. അതൊന്നും കാണിച്ച് ഞാൻ ചടപ്പിക്കുന്നില്ല. കോഫി ഉണ്ടാക്കണം, കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്തിരിക്കണം. പിന്നെ ഞാൻ ഡെയിലി കുക്ക് ചെയ്യും. അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഇന്നത്തേക്കുള്ള ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പുള്ളിക്കാരൻ കൊണ്ടുപോയി. മേ ബി ഞങ്ങൾ ഇന്ന് പുറത്തുനിന്നായിരിക്കും ഫുഡ് കഴിക്കുക, മേ ബി ഞങ്ങൾ ഓർഡർ ചെയ്യായിരിക്കും. അപ്പം ഇന്ന് ഒരു ഓഫ് ഡേ അങ്ങനെ ഒരു ചിൽ റിലാക്സ് മോഡിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇന്നത്തെ ഒരു അജണ്ട എന്ന് പറഞ്ഞാൽ പുറത്ത് പോവുക, ആ വിഷ്വൽസ് എല്ലാം നിങ്ങളെ കാണിക്കുക. ദുബായിൽ ബിസി ലൈഫ് എങ്ങനെയാണ്, നമ്മൾ പുറത്തിറങ്ങുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ. വീട്ടിനകത്തിരിക്കുമ്പോൾ നമ്മൾ കുറച്ച് റിലാക്സ്ഡ് ആണ്. പിന്നെ ഈ ഒരു സമ്മർ ആയതുകൊണ്ട് എല്ലാവർക്കും പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് ഒരു മടിയായിരിക്കും. മെയിനായിട്ട് നമ്മൾ ഔട്ട്സൈഡ് ആക്ടിവിറ്റീസിനൊന്നും അല്ല, ലൈക്ക് ജസ്റ്റ് മോളിലൊന്ന് പോകുന്നു, ഫ്രണ്ട്സിനെയൊക്കെ കാണുന്നു, കുറച്ചു നേരം സൊറ പറഞ്ഞൊക്കെ ഇരിക്കുന്നു, അതൊക്കെ തന്നെയാണ്. പിന്നെ എൻ്റെ ചെയിനിലൊന്നും എനിക്കൊന്ന് ജ്വല്ലറി കൊടുക്കണമായിരുന്നു. കാരണം എൻ്റെ ഇതിൻ്റെ കൂടെ ഇട്ടിരുന്ന വേറൊരു ചെയിന് എൻ്റെ പൂച്ച പൊട്ടിച്ചു. സോ അതൊന്ന് നന്നാക്കാൻ വേണ്ടിയിട്ട് കൊടുക്കണം. പിന്നെ അതൊക്കെ തന്നെയാണ്, അല്ലാണ്ട് വേറൊന്നുമില്ല. അപ്പം കോഫി കുടിക്കണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, ഇതൊക്കെ യൂഷ്വലി നടക്കുന്ന കാര്യമല്ലേ. അപ്പം ഞാൻ കുറച്ച് നെർവസ് ആകുന്നുണ്ട്. എനിക്കറിയത്തില്ല, ഇന്ന് ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ടാണ്, ഞാൻ ഇങ്ങനെ ആദ്യമായിട്ടാണ് ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് സംസാരിക്കുന്നത്. സോ ഓഫ് കോഴ്സ് എനിക്ക് നെർവസ്നെസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു പോകെ പോകെ ഞാൻ ഓക്കെ ആകും, അത് പഠിക്കുമായിരിക്കും, ലൈക്ക് ഇത് യൂസ്ഡ് ആകുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എന്നിരുന്നാൽ ലൈക്ക് എൻ്റെ ഓഫ് ഡേ എന്ന് പറയുമ്പം യൂഷ്വലി വളരെ റിലാക്സ്ഡ് ആയിട്ട്, കാരണം നമ്മൾ 5 ദിവസം, എനിക്ക് 7 ദിവസത്തിൽ 5 ദിവസം വർക്കിന് പോകണം, 2 ദിവസം എനിക്ക് ഓഫാണ്. അപ്പം ഓഫ് ചേഞ്ച് ആയിട്ട് വരും. പിന്നെ വർക്ക് സ്കെഡ്യൂൾ ചേഞ്ച് ആണ്. ചില സമയങ്ങളിൽ 7 to 4:30 ആയിരിക്കും, ചില സമയങ്ങളിൽ 12:30 to 10 ആയിരിക്കും. സോ വർക്ക് സ്കെഡ്യൂൾ ചേഞ്ച് ആവുന്നതുകൊണ്ട് നമ്മുടെ ബോഡിക്ക് തന്നെ ഒരു കൺഫ്യൂഷനാണ്. സോ ഞാൻ എപ്പോഴും ആ ഒരു വീക്ക് ഓഫ് കുറച്ച് റിലാക്സ്ഡ് ആയിട്ട്, കുറച്ച് ലേറ്റ് ആയിട്ട് എണീറ്റാലും കുഴപ്പമില്ല, ബോഡി റിലാക്സ്ഡ് ആകണമല്ലോ. അപ്പോൾ ചില ദിവസം രാവിലെ എണീറ്റ് പോകണം, ചില ദിവസം വൈകുന്നേരം എണീറ്റ് പോകണം. അപ്പം അങ്ങനത്തെ ഇതുകൊണ്ട് നമ്മളൊന്ന് കൂളാക്കുന്നു. അതാണ് ഞാൻ ഓഫ് ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എണീറ്റ് എപ്പോഴാണോ എണീക്കുന്നത് അപ്പോൾ എണീറ്റിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ഒരു റുട്ടീൻ എന്ന് പറയുന്നത്. റെഡിയായി. എനിക്ക് യൂഷ്വലി എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചേട്ടൻ വരും. ഞങ്ങൾക്കിപ്പോൾ വണ്ടിയില്ല, ഇപ്പം ഇങ്ങോട്ടേക്ക് മാറിയിട്ടൊരു 3 month ആയിട്ടേ ഉള്ളൂ. അപ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ടും ഒരു ചേട്ടനുണ്ട്. ആള് ഡ്രോപ്പ് ചെയ്യും, തിരിച്ച് പിക്ക് ചെയ്യുന്ന സമയമാകുമ്പോൾ പുള്ളിക്കാരനെ വിളിച്ചാൽ മതി. അല്ല ഫ്രണ്ട്സിൻ്റെ കൂടെ ഇപ്പോൾ അങ്ങ് കരാമയൊക്കെ പോയി തിരിച്ചു വരുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ലൈക്ക് മെട്രോ എടുത്തിട്ടാണ് വരുന്നത്. ഇവിടെ നിന്നൊരു 15 minute ഉണ്ട് ഡ്രൈവ്. അടുത്ത് തന്നെയാണ്, ലൈക്ക് ദുബായിയുടെ തിരക്കറിയാമല്ലോ. അപ്പം അത് വെച്ച് നോക്കുകയാണെങ്കിൽ 10 to 15 minute ആണ് ഈ മോളിലോട്ടുള്ളത്. എൻ്റെ ഫ്രണ്ട് വന്ന് വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. അപ്പോൾ അവളെ ഒന്ന് മീറ്റ് ചെയ്യണം, അതാണ്. അപ്പോൾ ഇപ്പം ഞാൻ റെഡി 10 minute തന്നെ ആ ചേട്ടൻ വരും വിളിക്കാൻ വേണ്ടിയിട്ട്. സോ യാ, ഞാൻ മോളിലെത്തി, എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ഇതാണ് എൻ്റെ ഫ്രണ്ട് ആൽഫി. ഞങ്ങൾ രണ്ടുപേരും വീക്ക്ലി വൺസ് എങ്കിലും മീറ്റ് ചെയ്യും. എന്തൊക്കെ ബിസി ആണെങ്കിലും സംഭവ സമയം ഞങ്ങൾ കണ്ടെത്തും. സംടൈംസ് ഞാൻ അവളുടെ അടുത്തേക്ക് പോകും, അല്ലെങ്കിൽ അവൾ എൻ്റെ വീട്ടിലോട്ട് വരും. ബട്ട് ടുഡേ വി ഡിസൈഡ് ടു മീറ്റ് ഔട്ട്സൈഡ്. സോ വി ജസ്റ്റ് സാറ്റ് ടുഗെദർ ഇൻ ദ ഫുഡ് കോർട്ട്, ഹാഡ് സം ഫുഡ് ആൻഡ് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. എന്തായിരിക്കും as usual girls talk. Sometimes these simple moments are the best ones. No big plans, no fancy places, just sitting together, talking about life, sharing little updates and enjoying each other's company. സോ ഞങ്ങളിങ്ങനെ വിശേഷമൊക്കെ പറഞ്ഞു, നാട്ടിൽ പോകുന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, എങ്ങനെയാണ് പ്ലാൻസ്, അങ്ങനെ ഇങ്ങനെയൊക്കെ.
സോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പ്ലസ് ലഞ്ച് വന്നിട്ട് ചാർലീസിൽ നിന്നായിരുന്നു. ലൈക്ക് വി ഓർഡർഡ് ബർഗേഴ്സ് and enjoyed our little food date also. So sometimes I feel like these small meetups are very very important because life gets busy, but taking some time to sit and talk with people you love always feels special. സോ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിങ്ങനെ ഉലാത്തുകയാണ്. എൻ്റെ ഹസ്ബൻഡ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അത് ആ ഒരു സമയം വരെ നമുക്ക് സെഫോറ വരെ ഒന്ന് പോയിട്ട് വരാം. സെഫോറയിൽ എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തെങ്കിലും മേടിക്കാമല്ലോ. ഷോപ്പിംഗ് എന്ന് പറയുന്ന ഒരു സംഗതിയായിട്ടല്ല വന്നത്, ജസ്റ്റ് ഞങ്ങൾ തമ്മിലുള്ളൊരു മീറ്റപ്പ്. എന്തായാലും അങ്ങനെ വരുന്നിടം വരെ എന്തായാലും ഒന്ന് സെഫോറയിലും പിന്നെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാരം നടന്ന് പോയിട്ട് വരാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം സോ ഞങ്ങൾ സെഫോറ നോക്കി നടക്കുകയാണ്. എവിടെയാണ് സെഫോറ? ലൈക്ക് അവള് സെക്യൂരിറ്റിയോട് ചോദിച്ചിട്ട് വരാമെന്ന് പറയാം. ലൈക്ക് ഇതിനിടയ്ക്ക് ഈ തപ്പി നടക്കുന്ന സമയത്തിനിടയ്ക്ക് എൻ്റെ ഹസ്ബൻഡ് വരുമോ എന്നാണ് എൻ്റെ ഒരു ടെൻഷൻ. സെഫോറ നോർമലി സെഫോറയിൽ പോകുമ്പം എനിക്ക് അങ്ങനെ എൻ്റെ വിചാരം ഇത്രയും നാൾ ഞാൻ വിചാരിച്ചോണ്ടിരുന്നത് എൻ്റെ സ്കിൻ ഓയിലി സ്കിന്നാണ്. ഇത് കംപ്ലീറ്റ്ലി ഓയിലി സ്കിൻ. കാരണം ഞാൻ ഓയിലി സ്കിന്നിന് വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റ്സാണ് ഇത്രയും നാൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളത് യൂഷ്വലി ഞാൻ ക്ലിനിക്കിൽ പോയി ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോൾ എനിക്ക് ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ടാവും. എന്നിരുന്നാൽ ഞാൻ ചിന്തിക്കുന്ന ലൈക്ക് ഭയങ്കര ഓയിലി അല്ല, കൺട്രോൾ ചെയ്യുന്നൊരു ഓയിലി. ഇന്ന് ഒരു സ്കിൻ എക്സ്പേർട്ട് ഞങ്ങളുടെ 2 പേരുടെ സ്കിന്ന് ചെക്ക് ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. സോ ഇറ്റ് വാസ് വെരി നൈസ്. സെഫോറയിൽ ഇപ്പോൾ വീഡിയോ ഉള്ളിലെടുക്കുന്നത് അവർ സമ്മതിക്കത്തില്ല. പക്ഷേ ഇപ്പം എനിക്ക് കുറച്ച് ബോധ്യമുണ്ട് ലൈക്ക് എങ്ങനെയാണ് ഇപ്പം എൻ്റെ സ്കിന്ന്, എൻ്റെ കണ്ടീഷൻ എങ്ങനെയാണ്, റിങ്കിൾസ് വരേണ്ട സ്റ്റേജായി, ഹൈഡ്രേറ്റഡ് ആക്കണം, ഓയിലി സ്കിന്നല്ല, ടീ സോൺ ഏരിയയിലാണ് ഓയിൽനെസ് കൂടുതലായിട്ടുള്ളത്. അതുപോലെ എൻ്റെ സ്കിന്ന് കോമ്പിനേഷൻ സ്കിന്നാണെന്നുള്ളൊരു തിരിച്ചറിവ് എനിക്കിപ്പോൾ ഉണ്ടായി. സോ അതിന് വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റ്സ് അവർ സജസ്റ്റ് ചെയ്തു. നിങ്ങൾക്കറിയാമല്ലോ സെഫോറയിൽ നമുക്ക് കയ്യിലൊതുങ്ങുന്ന പ്രോഡക്റ്റുകളല്ല അവർ സെല്ല് ചെയ്യുന്നത്. സോ ഞാൻ വിചാരിച്ചു എല്ലാ പ്രോഡക്റ്റിൻ്റെയും സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഓൺലൈൻ പ്രൈസുമായിട്ട് കമ്പയർ ചെയ്തിട്ട് കൂടുതലാണെങ്കിൽ സെഫോറയിൽ നിന്ന് വന്ന് തന്നെ പർച്ചേസ് ചെയ്യും, ഇല്ല എങ്കിൽ ഓൺലൈൻ ത്രൂ എടുക്കാമെന്ന് വിചാരിക്കുകയാണ്. സോ അവളും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 2 പേരും വണ്ടർ അടിച്ചിരിക്കുക ലൈക്ക് എന്താണെന്നുള്ള അല്ലേ. സോ ഇനി ഹസ്ബൻഡ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഈ ഹസ്ബൻഡ് എന്ന് പറയുമ്പോൾ ഞാൻ അല്ലേ അങ്ങനെ എന്തോ അജു എന്നാണ് പേര്. അപ്പോൾ ഇനി അജു എന്ന് തന്നെ പറയാം. അപ്പോൾ അജു വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഞാൻ ആകെപ്പാട് ഒരു വണ്ടറിലാണ്. ലൈക്ക് എങ്ങനെയാണ് അവർ അടിപൊളിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. നമ്മളൊരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി സംസാരിക്കത്തില്ലേ, നമ്മൾ അത്രയും ക്ലിയർ കട്ടായിട്ട് അവരെല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് പ്രോഡക്ട്സ് എന്താണെന്നുള്ളത്. അതൊരു സ്കിൻ എക്സ്പേർട്ടാണെന്ന് തോന്നുന്നു. ബട്ട് ഐ എം വെരി ഹാപ്പി. അപ്പോൾ അജു ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ തപ്പിപ്പൊക്കൊണ്ടിരിക്കുകയാണ്. കാരിഫോറിൻ്റെ അവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. പ്രൈസൊക്കെ ഒന്ന് ഇതായിട്ട് ലൈക്ക് പ്രൈസ് ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് എങ്ങനെയാണ് വാങ്ങിക്കാൻ പറ്റുന്നതാണോ അഫോർഡബിൾ ആണോ എന്നുള്ളത് നോക്കിയിട്ട് സെഫോറയിൽ നിന്ന് ഓർഡർ ചെയ്യാമെന്ന് ഒരു തീരുമാനത്തിലെത്തി. ക്യാമറയിൽ വരാത്തൊരു മനുഷ്യനാണെങ്കിൽ സോ ഇവിടുത്തെ പണിയെല്ലാം കഴിഞ്ഞു. ഞങ്ങളൊരു കോഫി കുടിച്ചു നടക്കുകയാണ്. എടുത്ത് പോകണം. അപ്പോൾ ഇന്നത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞു. കരാമ മിസ് ചെയ്യല്ലേ അൽഫി അല്ലേ? പോവാന്ന്. അപ്പം എന്തായാലും കരാമ പോക്ക് നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ലേറ്റായി. ഇപ്പം തന്നെ 7 മണിയൊക്കെ ആയി. അപ്പം കരാമ പോയി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേറ്റ് ആവും. മെട്രോ കിട്ടത്തില്ല, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. വീട്ടിൽ പോകാൻ വിചാരിക്കുക.
പോകുന്ന വഴി കാണിച്ചു തരാം കേട്ടോ. സോ ദാറ്റ്സ് ഹൗ മൈ ഡേ വെൻഡ്. ഇന്ന് വലിയ പ്ലാൻസ് ഒന്നും ഇല്ലാത്തൊരു സിമ്പിൾ ഡേ ഓഫ് ആയിരുന്നു. സംടൈംസ് ലൈഫിൽ വലിയ പ്ലാൻസിനൊന്നും ആവശ്യമില്ല. നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ കൂടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യുന്നത്, സംസാരിക്കുന്നത്, ചെറിയ കാര്യങ്ങൾ എൻജോയ് ചെയ്യുന്നതും തന്നെ വളരെ ഹാപ്പിനെസ് കിട്ടുന്ന കാര്യമാണ്. ഓഫ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പുറത്ത് പോകണമെന്നില്ല. സംടൈംസ് ഇറ്റ്സ് ജസ്റ്റ് അബൌട്ട് സ്ലോയിങ് ഡൗൺ, റിലാക്സിങ് ആൻഡ് ഗിവിങ് യുവർ സെൽഫ് സം പീസ്ഫുൾ ടൈം. സോ ഇന്നത്തെ ദിവസം വളരെ സിമ്പിളായിരുന്നു, പീസ്ഫുൾ ആൻഡ് ഹാപ്പി ആയിരുന്നു. ഒരു ചെറിയ ബ്രേക്ക് ഫ്രം മൈ നോർമൽ റുട്ടീൻ, ജസ്റ്റ് സ്പെൻഡിങ് ടൈം വിത്ത് മൈ ഫേവറേറ്റ് പീപ്പിൾ ആൻഡ് എൻജോയിങ് ദീസ് ലിറ്റിൽ മൊമെൻറ്റ്സ്. സോ നിങ്ങൾക്കും ഇങ്ങനെ സിമ്പിൾ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് ഇഷ്ടമാണെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാൻ. സ്റ്റേ കണക്റ്റഡ് ഫോർ മോർ ലിറ്റിൽ മൊമെൻറ്റ്സ് ഫ്രം മൈ ലൈഫ് ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.